நீ போன காலம் தொட்டு என் வாழ்வில் பகலே இல்லை. இன்றோடு உன்னை தேடி இழைத்து விட்டே. திசை கொன்றாய் தேடி செல்ல விழி நான்கும் இல்லை என்றால் கண்ணீரை சிந்தி சிந்தி கரைந்து விட்டே. ஆரும் காணா ഹലോ മിസ്റ്റർ നോയൽ മാത്യു. എടാ പാട്ടാരം കഴിവേറി അത്ര നേരമായി ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാന്നറിയാം. ഇരുന്നിരുന്നെ മൂട്ടിലെ വേറെ ഇറങ്ങി. സോറി ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി, അതാണ് ലേറ്റ് ആയിപ്പോയെ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ ഇവിടുത്തെ കോൺസേർട്ടും പരിപാടികളൊക്കെ കഴിഞ്ഞാൽ വി ആർ ഗോയിങ് ടു കേരള, നന്ദുവിൻ്റെ അടുത്തേക്ക്. എടാ ഞാൻ എങ്ങോട്ടും ഇല്ല. നീ അത് ഇതുവരെ വിട്ടില്ലേ? അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒന്നല്ലത്. ഈ പെണ്ണിതെവിടാ? ഹലോ മുള്ളി വൈദു, നീ ബിസിയാണോ? അതെ, ഞാൻ വളരെ ബിസിയാണ്. ശരിയാണ്. അയ്യോ വെക്കല്ലേ. എന്താടി നിനക്ക് വേണ്ടതിപ്പോ? അതുണ്ടല്ലോ, നെക്സ്റ്റ് മന്ത് ഉത്സവം സ്റ്റാർട്ടാവല്ലേ, നീ വരുമോന്നറിയാൻ. എടി പിള്ളേ, ബാക്കിയുള്ളവനുള്ള നൈറ്റ് ഷിഫ്റ്റും കഴിഞ്ഞ് ഒന്ന് കിടന്ന് ഉറങ്ങാന്ന് വെക്കുമ്പോൾ അതിന് സമ്മതിക്കത്തില്ല. ഞാൻ എണീക്കുമ്പോൾ അങ്ങനെ വിളിച്ച് പറയാം നിന്നെ. ഇപ്പൊ നീ ഒന്ന് വെച്ചിട്ട് പോടി. എടി കട്ടാക്കല്ലേ. കട്ടാക്കി. അവളുടെ ഒരു ഉത്സവം. മോളെ, നീ ഒരു വട്ടം കൂടെ ആലോചിച്ച് നോക്ക്. ഒരു ചാൻസ് കൂടെ അവന് കൊടുത്തൂടെ? എനിക്ക് ആരോടും ദേഷ്യ വൈരാഗ്യ വെറുപ്പൊന്നുമില്ല, പക്ഷെ ഒന്നുകൂടെ താങ്ങാനുള്ള ശേഷി എനിക്കില്ല. പ്ലീസ് നന്ദുട്ടാ, എനിക്ക് വയ്യ, എന്നെ വിട്ടേരെ. നീ എങ്ങനത്തെ ഒരുത്തനാന്ന് എനിക്ക് അറിയാൻ പാടില്ലാത്തൊന്നും അല്ലല്ലോ. എടാ നന്ദു, നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഫ്ലേർട്ട് ചെയ്യാൻ നടന്നിട്ടുണ്ട്, മറ്റുള്ളവരുടെ ഫീലിങ്സിനെ തമാശയായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ ഞാൻ അവളോട് അങ്ങനെ അല്ലായിരുന്നത്. ஜன்னலின் வழி வந்து விழுந்தது மின்னலின் ஒளி. அதில் தெரிந்தது அழகு தேவதை அதிசய முகமே. தீப்பொறி என இரு விழிகளும் தீக்குச்சி என என்னை உரசிட கோடி பூக்களாய் மலர்ந்தது மனமே.